പണ്ഡിറ്റ് ഷോയിലേക്ക് ഏവർക്കും ആത്മമായ സ്വാഗതം. ബസ്സിൽ നിന്നും ഇപ്പോൾ കുട്ടികളെ ഇറക്കി വിടുകയാണ്. ഇതിനെപ്പറ്റി സന്തോഷേട്ടന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ബസ്സിൽ നിന്നും കുട്ടികളെ ഇറക്കി വിടുക, ഇതുപോലുള്ള ഒരുപാട് കേസ് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉണ്ടായ ഒരു കേസാണത്. കാരണം ഒരു അനുജനും അനുജത്തിയും കൂടെ ഒരു ബസ്സിൽ കയറുന്നു, അനുജത്തിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു, പിന്നെ അനുജനെ മാത്രമായിട്ട് കൊണ്ടുപോകുന്നു, രണ്ടുപേരും അവിടെ ഇവിടെ കരയുന്നു. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കേസ് വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും 40% കുട്ടികളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർ ഈ സ്കൂൾ ബസ്സിൽ ഇല്ലെങ്കിലും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിനിരയായ കുട്ടികൾ നീതിപീഡനത്തെ സമീപിക്കുമ്പോൾ പലപ്പോഴും നിയമപാലകരും അധികൃതരും നീതിപീഠവുമെല്ലാം ജാഗ്രത പുലർത്തിയാലേ കേസന്വേഷണവും തുടർ നടപടികളും കുട്ടികളായ ഇരകൾക്ക് മറ്റൊരു പീഡനമാകാതെ വരികയുള്ളൂ. സ്കൂൾ കുട്ടികളുടെ യാത്ര സുഖകരവും സുരക്ഷിതവുമാക്കുവാൻ നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പരിപാടിയും വേണ്ടിവരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സഞ്ചാരക്ഷമത, ഡ്രൈവർമാരുടെ യോഗ്യത, അതേപോലെ തന്നെ അവരുടെ സ്വഭാവം വരെ അധികൃതർ പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ വിവിധ വാഹനങ്ങളിൽ കയറ്റുന്ന കുട്ടികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ നിബന്ധന പലയിടത്തും ലംഘിക്കുന്നു. ഓട്ടോകളിലും ജീപ്പിലുമെല്ലാം കുട്ടികളെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത്. സ്കൂൾ ഡ്രൈവർമാരുടെ യോഗ്യതയ്ക്കൊപ്പം സ്വഭാവവും പരിഗണിക്കണം. അതുപോലെ ഇപ്പോൾ സ്കൂളിലേക്ക് ലഹരിയുടെ ഒരു എന്താ പറയുക, ഒരു കലവറ തന്നെയാണെന്ന് പറയാം. ഇതിനെക്കുറിച്ച് സന്തോഷേട്ടൻ്റെ അഭിപ്രായം എന്താണ്? സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഹരി മാഫിയയുടെ പിടിയിലാണ് ഇപ്പോൾ കൂടുതലും ക്യാമ്പസൊക്കെ, നമുക്കറിയാൻ പറ്റും. കൂടുതലും സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഒരു വലിയൊരു ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം കൂടുതൽ മാതാപിതാക്കളോ അറിയാത്ത രീതിയിൽ തന്നെ കുട്ടികൾക്ക് മിഠായി കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഇങ്ങനത്തെ ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ കൂടുതൽ മാതാപിതാക്കൾ കൂടുതൽ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന കാര്യം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും ഒരു സൈക്കോളജിസ്റ്റ് എല്ലാ ആഴ്ചയും വന്ന് കുട്ടികളുമായിട്ട് എന്തെങ്കിലും സമ്പർക്കം വരുത്തുന്നത് വളരെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ വീട്ടിൽ പോലും കുട്ടികൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നു. കുട്ടികൾക്ക് തന്നെ അത് ആരോട് പറയണം എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റ് എല്ലാ ആഴ്ചയിലും വന്ന് എല്ലാ കുട്ടികളുമായിട്ടും സമ്പർക്കം ചെലുത്തുന്ന കൂടുതൽ ഗുണം ചെയ്യും എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല ഉപദേശം കൊടുക്കുകയും മാതാപിതാക്കൾ കുട്ടികൾക്കൊരു മാതൃകയായി മാറുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും മാതാപിതാക്കൾ തന്നെ അവരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് കുറേ കുട്ടികളെ ഇങ്ങനെ എത്തിക്കുന്നത്. നല്ലൊരു ശതമാനം കുട്ടികളെ ഓട്ടോയിലും ജീപ്പിലും ആയിട്ടാണ് രക്ഷിതാക്കൾ സ്കൂളിലെത്തിക്കുന്നത്. ആ സമയത്തും സ്ഥിരമായി പോകുന്ന ഓട്ടോ ജീപ്പ് ഡ്രൈവർമാരുടെ സ്വഭാവം കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, ബസ്സിൽ അർഹമായ യാത്രാ സൗജന്യം നൽകാൻ ചില കണ്ടക്ടർമാർ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അവഹേളനങ്ങൾ സഹിച്ച് അപകട ഭീതിയോട് യാത്ര ചെയ്യേണ്ട സ്ഥിതി ഒരു കുട്ടിക്കുണ്ടാകും. ഈ അപകർഷാബോധം തന്നെ ഭാവിയിൽ ചിലപ്പോൾ പ്രശ്നമാവാൻ സാധിക്കും. എല്ലാ വർഷവും സ്കൂൾ കലാകായികമേള നടക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് രക്ഷിതാക്കൾ അനാവശ്യമായ മത്സരമാണ് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അനാവശ്യമായ സമ്മർദ്ദത്തിലാക്കുവാനാണ് ഇത് ഉപകരിക്കുകയുള്ളൂ. അപ്പീലിൻ്റെ എണ്ണമൊക്കെ വളരെയേറെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എക്സ്ട്രാ മാർക്ക് സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കലാസംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രം ഈ എക്സ്ട്രാ മാർക്ക് നൽകിയാൽ മതി. ഇപ്പോൾ സർക്കാർ പുതിയ പദ്ധതികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികളെ പറ്റിയിട്ട് സന്തോഷേട്ടൻ എന്താണ് പറയാനുള്ളത്? കുട്ടികളുടെ സുരക്ഷ കൂടുതൽ ഈ ക്ലീൻ ക്യാമ്പസ് എന്നുള്ള ആ ഒരു പദ്ധതിയിലൂടെ സർക്കാരിന് കൂടുതൽ ബെറ്ററാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഒരു പുതിയ വിഷയവുമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് ഷോ ആരും കാണാൻ മറക്കരുത്. നന്ദി.